2100 കാലഘട്ടമാകുമ്പോഴേക്കും ഈ ലോകത്തിലെ മാക്സിമം ആളുകളും ഒരു ബിസിനസ്സിന് വേണ്ടി മത്സരിക്കും. ആ ബിസിനസ് മറ്റൊന്നുമല്ല, അഗ്രികൾച്ചർ അഥവാ കൃഷി. കൃഷി എങ്ങനെ ഒരു ബിസിനസ്സായി മാറുമെന്ന് ചോദിച്ചാൽ, മാറേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായും മാറും എന്ന് പറയുന്നു. ഈ ലോകത്തിൽ ഇപ്പോൾ നിരവധി യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ശരി, ഇസ്രയേൽ ഹമാസ് പ്രശ്നമായാലും ശരി, ഈ യുദ്ധത്തിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും? യുദ്ധം അവസാനിച്ചാൽ അടുത്തതായി എന്തായിരിക്കും ചെയ്യുന്നത് എന്ന പല ചോദ്യങ്ങളും ഉണ്ടാകും. തീർച്ചയായും ആ നശിച്ച അല്ലെങ്കിൽ തകർന്ന സിറ്റിയെ റീബിൽഡ് ചെയ്യണം. ഇനി അഥവാ ഉക്രൈൻ പൂർണ്ണമായും തകർന്നാൽ ഉക്രൈനെ റീബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗാസ ഭാഗം പൂർണ്ണമായും ഇല്ലാതായാൽ ഗാസ ഭാഗത്തെയും റീബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഗാസയ്ക്ക് അനുകൂലമായി ഗാസയെ സഹായിക്കുന്ന രാജ്യങ്ങളായാലും ഉക്രൈന് അനുകൂലമായി ഉക്രൈനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ, ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളായാലും ശരി, എന്തുകൊണ്ട് ഇവരെയൊക്കെ സഹായിക്കണം? തീർച്ചയായും ഈ സിറ്റിയെല്ലാം റീബിൽഡ് ചെയ്യാനും കൂടിയാണ് ഇവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർക്കറിയാം. ഈ ഇസ്രയേൽ ഗാസ പ്രശ്നം വന്നതിന് ശേഷം വിലവർദ്ധനവ് മാത്രമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ അഗ്രികൾച്ചർ ആയിരിക്കും 2100 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഒരു ബിസിനസ് മേഖല എന്ന് ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു കാരണവും യുദ്ധം തന്നെയാണ്. യുദ്ധം എങ്ങനെ അഗ്രികൾച്ചർ ബിസിനസിന് കാരണമാകും? ഇതാണ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2100 കാലഘട്ടമാകുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മഴയിൽ നിന്നും ഏകദേശം 10 മുതൽ 30% കുറഞ്ഞ മഴ മാത്രമായിരിക്കും ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, മഴ കുറയുമ്പോൾ ഭൂമിയുടെ താപനില ഉയരും. അങ്ങനെ ഏകദേശം 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് താപനില ഇപ്പോൾ ഉള്ളതിനേക്കാൾ അധികമാകും എന്ന് പറയപ്പെടുന്നു. സോ ഈ ഉയരുന്ന താപനില ഏകദേശം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി മാറണം എന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ചില സ്ഥലങ്ങളിൽ അധികമായ മഴ ലഭിക്കുന്നുണ്ട്, മറ്റു ചില ഭാഗത്താണെങ്കിൽ വരൾച്ച മാത്രം. ഈ വരൾച്ചയ്ക്ക് കാരണം എന്താണെന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്. ഇസ്രയേൽ ഗാസ പ്രശ്നം എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും എന്ന് നോക്കാം. അതിന് ആദ്യമായി ഗാസ എന്ന ഭാഗത്തെ കുറിച്ച് നോക്കണം. ഗാസയിലെ ആകെ ജനങ്ങളുടെ എണ്ണം ഏകദേശം 22 ലക്ഷം. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഏകദേശം 365 ചതുരശ്ര കിലോമീറ്റർ, നീളം 41 കിലോമീറ്റർ, വീതി 6 മുതൽ 12 കിലോമീറ്റർ എന്ന് പറയാൻ പാകത്തിന് ഒരു ചെറിയ ലാൻഡാണ്. ജനസാന്ദ്രത എന്ന് നോക്കുമ്പോൾ 6000 പേരാണ് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നത്. ലോകത്തിൽ വെച്ച് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനം ഗാസ സിറ്റിക്കാണുള്ളത്. സോ ഈ സ്ഥലത്ത് 1.5 ചതുരശ്ര കിലോമീറ്ററിന് 6000 ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ യുദ്ധം നടന്ന മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗാസ മുതൽ സദേൺ ഗാസ വരെ, സദേൺ ഗാസ മുതൽ വെസ്റ്റേൺ ബാങ്ക് വരെ ഈ യുദ്ധം വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ 22 ലക്ഷം ആളുകളിൽ 80% ആളുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഗാസയ്ക്കുള്ളിൽ തന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയവരാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗാസ സ്ട്രക്ചർ. അടുത്തത് വെള്ളത്തിന്റെ കണക്കന്വേഷിച്ചു പോവാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ദിവസം ഒരാൾ ഉപയോഗിക്കുന്ന ആകെ വെള്ളത്തിന്റെ അളവ് ആവറേജ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 100 ലിറ്റർ ആണ്. ഇത് ഇസ്രയേലിലെ ജനങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് എന്നത് 369 ലിറ്റർ ആണ്. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരാൾ ഏകദേശം ആവറേജ് ആയിട്ട് 100 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഗാസ ഭാഗത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ദിവസം ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് 45 ലിറ്റർ ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ജെറുസലേം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരാൾ ഉപയോഗിക്കുന്നത് 50 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്ക് അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ 20 ലിറ്റർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ അളവിലാണോ ഇവർ വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അതെ, അവർക്ക് അത്ര മാത്രമേ വെള്ളം ലഭിക്കുന്നുള്ളൂ. ഈ യുദ്ധം നമുക്കറിയാം 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ആരംഭിച്ചത്. 2023 എന്ന വർഷം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. ഇന്ത്യയിൽ എൽ നിനോ വരാൻ സാധ്യതയുണ്ട്, എൽ നിനോ വരുമെന്നും പറഞ്ഞ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 പകുതി ആവുമ്പോഴേക്കും എൽ നിനോ അധികമായി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. പക്ഷേ 2023 77 രാജ്യങ്ങൾ അധികമായ താപനില റെക്കോർഡ് ചെയ്ത വർഷം. ഭൂമിയുടെ ഏകദേശ താപനില തന്നെ 1.48 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഫോസിൽ ഫ്യൂൽ ബേൺ ചെയ്ത കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന എറ എന്ന് പറയുമല്ലോ,
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 1.48 ഡിഗ്രി സെൽഷ്യസ് താപനില ഭൂമിയിൽ ഉയർന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മഞ്ഞുപാറയെല്ലാം ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് അധികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫ്ലഡ് അധികമായി വരുന്നുണ്ട്. ഹീറ്റ് വേവ് അധികമായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 100-150 വർഷങ്ങളിൽ ഇല്ലാത്തതുപോലെ മഴ അധികമായി പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 2023 ഏറ്റവും കൂടുതൽ താപനില റെക്കോർഡ് ചെയ്തതായി 77 രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചൈന, ബ്രസീൽ, ഓസ്ട്രിയ, ബംഗ്ലാദേശ്, ജർമ്മനി, ഗ്രീസ്, അയർലൻഡ്, ജപ്പാൻ, മെക്സിക്കോ, നെതർലാൻഡ്, സൗത്ത് കൊറിയ, ഉക്രൈൻ ഇങ്ങനെയുള്ള 2.3 ബില്യൺ, അതായത് 230 കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഇതാണ് ഹോട്ടസ്റ്റ് ഇയർ എന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. സോ ഇത് 2024 ഇനിയും അധികമാകാം എന്ന് പറയുന്നുണ്ട്. സോ 2024 ആയിരിക്കും മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് ഇയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഭൂമി മാത്രമാണോ ഇവിടെ താപനില വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ താപനില മാത്രമാണോ ഉയരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കടൽ ഭാഗമായിക്കോട്ടെ, കാട്ടുതീ പടരുന്നതായിക്കോട്ടെ, കാനഡയിലേക്ക് കാട്ടുതീ പടർന്ന വാർത്തകളൊക്കെയും നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ആ സംഭവത്തിലേക്ക് വരാം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ആരംഭിച്ച ഇസ്രയേൽ ഗാസ പ്രശ്നമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ചിന് പ്രധാന കാരണമാകുന്നത് കാർബൺ എമിഷൻ ആണ്. കാർബൺ എമിഷൻ തടയാൻ വേണ്ടിയാണ് ലോകരാജ്യങ്ങൾ കാർബൺ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത്. സോ നിരവധി ഫാക്ടറീസ്, നിരവധി രാജ്യങ്ങൾ അവരുടെ കാർബൺ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും രാജ്യം മിലിറ്ററി ചിലവുകൾ കുറയ്ക്കുന്നുണ്ടോ? മിലിറ്ററി ചിലവുകൾ അധികമാകും തോറും കാർബൺ എമിഷൻസ് അധികമായിക്കൊണ്ടിരിക്കും. നോർമൽ ജീവിതത്തെക്കാൾ മിലിറ്ററി ജീവിതത്തിലാണ് കാർബൺ എമിഷൻ അധികമായി ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഒരു മിലിറ്ററിയിൽ ഒരു ബുള്ളറ്റ് തയ്യാറാക്കാൻ ഒരു ഫാക്ടറി പ്രവർത്തിക്കണം. ആ ഫാക്ടറിയിൽ ബുള്ളറ്റ് തയ്യാറാക്കാനുള്ള മെറ്റൽ ഗവേഷണം നടത്തി മണ്ണിൽ നിന്നും വേർപെടുത്തി ഇങ്ങനെ ചെയ്യാനും ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് അവസാനിപ്പിച്ച് വീണ്ടും ഒരു ഫാക്ടറിയിൽ എത്തിച്ച് ആ ബുള്ളറ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ഉണ്ടാക്കി ആ എക്സ്പ്ലോസീവ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ കാർബൺ പ്രൊഡ്യൂസ് ആകും. ഇങ്ങനെ ഓരോ പ്രോസസ്സിലും കാർബൺ എമിറ്റ് അല്ലെങ്കിൽ കാർബൺ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. വെറും 2 മാസത്തിൽ, അതായത് ഇസ്രയേൽ ഗാസ പ്രശ്നം ആരംഭിച്ചത് ഒക്ടോബർ മാസം 7-ാം തീയതി, ആ സമയം മുതൽ വെറും 2 മാസത്തിൽ കാർബൺ പുറത്തുവിട്ടതിന്റെ അളവ് എന്ന് പറയുമ്പോൾ 2 ആറ്റമിക് ബോംബ് ഇടുമ്പോൾ ഉണ്ടാകുന്നതിന് ഈക്വലായ കാർബൺ ഈ ലോകത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണോ ഈ ഇസ്രയേൽ ഗാസ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ തീവ്രമായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇസ്രയേൽ ഗാസ യുദ്ധം 60 ദിവസത്തിൽ ഏകദേശം 2,81,000 മെട്രിക് ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആയിരിക്കുന്നു. 2,81,000 മെട്രിക് ടൺ. പക്ഷേ ഈ 2,81,000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇനിയും വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് 2 മാസത്തെ കണക്ക് മാത്രമാണ്. അതായത് ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ പ്രൊഡ്യൂസായ ഈ കാർബണിന്റെ അളവ് എന്നത് 20 രാജ്യങ്ങൾ ഒരു വർഷത്തിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ പുറത്തുവിടുന്നത് അതിന് ഈക്വൽ ആണെന്ന് പറയുന്നു. ഇതിൽ ടണൽ സ്ട്രക്ചർ ഉണ്ട്, അയൺ വാൾ ഉണ്ട്, സ്മാർട്ട് വാളും ഉണ്ട്. ഇതിൽ ടണൽ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഹമാസ് ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ അയൺ വാൾ ഉപയോഗിക്കുന്നത് ഇസ്രയേലാണ്. അതുപോലെ തന്നെ സ്മാർട്ട് വാൾ ഉപയോഗിക്കുന്നതും ഇസ്രയേൽ തന്നെയാണ്. ടണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ടണൽ മാത്രമല്ല ഇവിടെ പ്രശ്നമായി വരുന്നത്. ഇസ്രയേലിനെ സഹായിക്കാനായി അമേരിക്ക വിമാനങ്ങൾ അയക്കുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 300 ഫ്ലൈറ്റ് ആണ് അയക്കുന്നത്. 300 ഫ്ലൈറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്നത് 21,000 ടൺ ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. അടുത്തത് അമേരിക്കയുടെ സപ്ലൈ ഫ്ലൈറ്റ്. അമേരിക്കയുടെ ഗുഡ്സ് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന വിമാനം പ്രൊഡ്യൂസ് ചെയ്തത് 1,33,650 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയുന്നു. ഇസ്രയേലിന്റെ ആർട്ടിലറി 60 ദിവസത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തത് 13,600 ടൺ. ഇസ്രയേലിന്റെ ബോംബുകൾ 6,689 ടൺ. ഇസ്രയേലിന്റെ ടാങ്ക് കൂടാതെ വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തത് 5,600 ടൺ. ഹമാസിന്റെ റോക്കറ്റ് 713 മെട്രിക് ടൺ. ഹമാസിന്റെ ടണൽ സ്ട്രക്ചർ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. 2 മീറ്റർ ഉയരമുണ്ട്, 1 മീറ്റർ വിട്ടുമുണ്ട്. എങ്ങനെ നോക്കിയാലും ഏകദേശം 1,76,000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ അയൺ വോൾ, അതിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. ഒരു ചിപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പ്രോസസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ റോ മെറ്റീരിയൽസ് മുതൽ അടുത്ത ഘട്ട നിരവധി ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 2,74,000 മെട്രിക് ടൺ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ഗാസയെ റീബിൽഡ് ചെയ്യണമല്ലോ.
130 രാജ്യങ്ങൾ ഒരു വർഷത്തിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നോ അതേ അളവിന് കാർബൺ ഡൈ ഓക്സൈഡ് ഗാസ ഭാഗത്ത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി പുറത്തുവിടുമെന്ന് പറയുന്നു. ഇതൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC എന്ന സംഘടന കൺട്രോൾ ചെയ്യണം. പക്ഷേ ഈ തെളിവുകളൊന്നും തന്നെ ഗാസ ഭാഗത്ത് ആരും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രയേലിൽ നിന്നും ആരും പുറത്തുവിട്ടിട്ടില്ല. സാധാരണ ജനങ്ങളും ഇതൊരു യുദ്ധമല്ല എന്നും പറഞ്ഞ് നിസ്സാരമായി കണക്കാക്കുന്നു. സോ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത്രയും അധികം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രകൃതിയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഒരു രാജ്യവും ഞങ്ങളുടെ ആർമിയിൽ നിന്നും ഇത്രത്തോളം കാർബൺ പുറത്തു വിടുന്നുണ്ട് എന്ന ഒരു കണക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നതാണ്. 800 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവാക്കുന്ന അമേരിക്ക ആയിക്കോട്ടെ, 100 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവാക്കുന്ന ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യ ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളും ഇതുപോലെയുള്ള കാര്യം ഇത്രയും കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വെറും 5.5% കാർബൺ എമിഷൻ മാത്രമേ ആർമി മൂലം പ്രൊഡ്യൂസ് ആകുന്നുള്ളൂ എന്നതാണ് ഇപ്പോൾ വരെ പുറത്തുവിട്ട വിവരം. പക്ഷേ ഇത് വളരെ വലിയ തെറ്റാണെന്നുള്ളതും മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്രയേൽ ഗാസ പ്രശ്നത്തിൽ 60 ദിവസത്തിൽ പ്രൊഡ്യൂസ് ആയ കാർബന്റെ അളവ് നമ്മൾ മനസ്സിലാക്കി. അത് ഈക്വലന്റ് ടു 1,50,000 കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബന്റെ അളവ് ഈ യുദ്ധത്തിൽ കാർബൺ എമിഷൻ നടന്നു. ആഗോള താപനില ഉയരുന്നു എന്നത് നമുക്കറിയാം. എന്നാൽ ഇസ്രയേൽ ഗാസ പ്രശ്നം നടന്നതിന് ശേഷം ഗാസ ഭാഗത്തൊക്കെ ഏകദേശം മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ 2.5% അധികമായ താപനില ഉണ്ടാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യം തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ യുദ്ധം മൂലം ഗാസ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഭാഗത്തൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് അധികമായി ഉണ്ടാകും. 2022 അമേരിക്കയൊക്കെ ഏകദേശം 197 രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൽ 150 രാജ്യങ്ങൾ പുറത്തുവിടേണ്ട അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ അമേരിക്ക എന്ന ഒറ്റ രാജ്യം പുറത്തുവിട്ടു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇവിടെ വളരെ വലിയ രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക തന്നെയാണ്. ഒരു ഭാഗത്ത് വളരെ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇതെല്ലാം ഞങ്ങളാണ് സാധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ചെറിയ സബ്ജക്റ്റ് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാർഗോ ഷിപ്പ്, വാർഷിപ്പ്, പീരങ്കികൾ, അതുപോലെ തന്നെ പരീക്ഷണം, അണുവായുധ ടെസ്റ്റിംഗ് എന്നും പറഞ്ഞ് സാധാരണ ജനങ്ങൾ പുറത്തു വിടുന്നതിനേക്കാൾ, സാധാരണ ജനങ്ങൾ ഈ ഭൂമിയെ വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയും അധികമാണ് ആർമി എന്ന പേരിൽ ഇപ്പോൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ വ്യത്യസ്തമായി തോന്നാം, പക്ഷേ ഇതെല്ലാം സത്യമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.